IRCTC അഴിമതി കേസിൽ RJD നേതാവ് ലാലു പ്രസാദ് യാദവിനും കുടുംബത്തിനും വൻ തിരിച്ചടി. ലാലു പ്രസാദ് യാദവ്, രാബ്രി ദേവി, തേജസ്വി യാദവ് എന്നിവർ വിചാരണ നേരിടണം. ഡൽഹി റൌസ് അവന്യൂ CBI കോടതിയുടേതാണ് ഉത്തരവ്. അച്യുതൻ വിശദാംശങ്ങളുമായി. അച്യുതൻ, ഇതിൽ ഗൂഢാലോചന ഉൾപ്പെടെ അഴിമതിയൊക്കെ നടന്നിട്ടുണ്ട് എന്നതാണോ കോടതി ചൂണ്ടിക്കാട്ടുന്നത്? ഏറ്റവും ശ്രദ്ധേയമായത് ബീഹാർ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് ഇങ്ങനൊരു ഉത്തരവ് വന്നിരിക്കുന്നുള്ളത് എന്നതാണല്ലോ. അനുജ്, ഏറെ പ്രധാനപ്പെട്ടത് അനുജ് സൂചിപ്പിച്ചതുപോലെ തന്നെ ബീഹാർ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കൂടിയാണ് കോടതിയുടെ ഒരു നടപടി. അത് ലാലു പ്രസാദ് യാദവിനെതിരെയും ഒപ്പം ഭാര്യ രാബ്രി ദേവി, മകൻ തേജസ്വി യാദവ് എന്നിവർക്കെതിരെ ഉണ്ടായിരിക്കുന്നത്. അതായത് IRCTC അഴിമതി കേസിൽ ഈ 3 പേരെ ഉൾപ്പെടുത്തി ഡൽഹി കോടതി ഇന്ന് ഈ ക്രിമിനൽ കുറ്റങ്ങൾ ചുമത്തിയിരിക്കുകയാണ്. അതായത് ഇവർ ഇനി വിചാരണ നേരിടേണ്ടി വരും എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. റോസ് അവന്യൂ കോടതിയിലെ പ്രത്യേക ജഡ്ജി വിശാൽ ഗോഖലെയാണ് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ലാലു പ്രസാദ് യാദവിനെതിരെ അഴിമതി, ക്രിമിനൽ ഗൂഢാലോചന, വഞ്ചന എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത്. തേജസ്വി യാദവിനും രാബ്രി ദേവിക്കുമെതിരെ ഗൂഢാലോചന, വഞ്ചന കുറ്റങ്ങളും ചുമത്തിയിട്ടുണ്ട്. അതായത് തേജസ്വി യാദവിനെ സംബന്ധിച്ച ഈ ബീഹാർ തെരഞ്ഞെടുപ്പിലെ പ്രധാന മുഖമായാണ് ഇന്ത്യ മുന്നണി തന്നെ ഉയർത്താനായി തീരുമാനിച്ചിരിക്കുന്നത്. ആ ഘട്ടത്തിൽ പ്രതിപക്ഷ പാർട്ടികൾക്ക് അല്ലെങ്കിൽ മറ്റു പാർട്ടികൾക്ക് കൂടി ഇവർക്കെതിരെ RJDക്കെതിരെയും ഇന്ത്യ മുന്നണിക്കെതിരെയും പ്രചാരണായുധമാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇതിലൂടെ ഉടലെടുക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ കേസ് IRCTC അഴിമതി കേസിൽ ഇവർക്കെതിരെ ഇപ്പോൾ റോസ് അവന്യൂ കോടതി ഈ കുറ്റങ്ങൾ ചുമത്തി ഉള്ള നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.